ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എല്ലാവരും കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഈ നിമിഷങ്ങളിൽ ആത്മാവിന്റെ അഭിഷേകം ഈ സമൂഹത്തിന്റെ മേൽ ഒഴുകട്ടെ. ചെറിയവരും വലിയവരും ദൈവത്തിന്റെ ആത്മാവിനാൽ പൂരിതരാകട്ടെ. ദൈവമേ, അരൂപിയാൽ പൂരിതരാകാൻ ഈ സമൂഹത്തെ പ്രഭാതത്തിൽ അവിടുന്ന് സന്ദർശിക്കണമേ. ഈ സമൂഹത്തെ പ്രഭാതത്തിൽ അവിടുന്ന് സന്ദർശിക്കണമേ. ഓരോ മകനെയും മകളെയും ഇപ്പോൾ തൊട്ട് അനുഗ്രഹിക്കണമേ. അങ്ങയുടെ പ്രസാദം ഇവരുടെ കൂടാരങ്ങളിൽ ഉണ്ടാകാനുള്ള വഴികളെ വെളിപ്പെടുത്തി കൊടുക്കണമേ. സർവശക്തന്റെ സൗഹൃദം വിലമതിക്കാനുള്ള കൃപ കൊടുക്കണമേ. സർവശക്തന്റെ സൗഹൃദം വിലമതിക്കാനുള്ള കൃപ കൊടുക്കണമേ. ദൈവത്തിന്റെ സൗഹൃദം എന്റെ കൂടാരത്തിന്റെ മേൽ വേണം എന്നൊരാഗ്രഹം നൽകി ദൈവമക്കളെ ഇപ്പോൾ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന, യേശുവേ ആരാധന ആരാധന. യേശുവേ, പാറയിൽ നിന്ന് തേനും കൊഴുത്ത ആട്ടിൻകുട്ടികളെയും സമൃദ്ധമായ ധാന്യവിളവുകളെയും നൽകി അങ്ങയുടെ മക്കളുടെ ഭവനങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. യേശുവേ സ്തോത്രം സ്തോത്രം സ്തോത്രം. യേശുവേ നന്ദി നന്ദി നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്വരമുയർത്തി പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാര്യങ്ങൾ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം സ്തോത്രം. യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ശാന്തമായിട്ടിരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യെശയ്യാ 33 അധ്യായത്തിൽ പഠിപ്പിക്കുകയാണ് ദൈവത്തിന്റെ സൗഹൃദം ആർക്കുള്ളതാണ്. ദൈവത്തിന്റെ സൗഹൃദം അശുദ്ധ മാർഗങ്ങളോട് വേർപെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയുണ്ടെങ്കിൽ അവനുള്ളതാണ് ദൈവത്തിന്റെ സൗഹൃദം. കൈക്കൂലി വാങ്ങാതിരിക്കാൻ കൈ കുടയുന്നവൻ, രക്തചൊരിച്ചിലിനെ കുറിച്ച് കേൾക്കാതിരിക്കാൻ ചെവി പൊത്തുന്നവൻ, തിന്മ ദർശിക്കാതിരിക്കാൻ കണ്ണടയ്ക്കുന്നവൻ, അവനുള്ളതാണ് ദൈവത്തിന്റെ സൗഹൃദം. അങ്ങനെയുള്ളവർക്കുള്ള അടുത്ത അനുഗ്രഹമാണ് അവർ ഉന്നതങ്ങളിൽ വസിക്കാൻ ദൈവം അവരെ ഉന്നതങ്ങളിലൂടെ സവാരി ചെയ്യിക്കും. യാക്കോബിന്റെ ഓഹരി കൊണ്ട് ദൈവം അവരെ സംതൃപ്തനാകും. ദൈവം അവരെ ഉയരങ്ങളിൽ കൊണ്ട് താമസിപ്പിക്കും. അവർക്ക് ദൈവം നല്ല നല്ല കാര്യങ്ങളെ നൽകി അവരുടെ ജീവിതത്തെ ദൈവം സംതൃപ്തമാക്കും. ദൈവം അവരെ ഉന്നതങ്ങളിലൂടെ സവാരി ചെയ്യിക്കും. അവർ ഉന്നതങ്ങളിൽ വസിക്കും. അടുത്ത അനുഗ്രഹം, മൂന്നാമത്തെ അനുഗ്രഹം, ശിലാദുർഗങ്ങൾ കൊണ്ട് അവർ പ്രതിരോധം ഉറപ്പിക്കും. ദുഷ്ടാരൂപികളോ നാരകീയ ശക്തികളോ പോലും വിജയിക്കാത്ത വിധം അത്ഭുതകരമായ ദൈവിക സംരക്ഷണം അവന് ചുറ്റിലും ഉണ്ടാകും. ഹല്ലേലൂയ. ദൈവത്തിന്റെ വലിയ സംരക്ഷണം അവന് ചുറ്റിലും ഉണ്ടായിരിക്കും. അവൻ ശിലാദുർഗത്തിൽ ഇരിക്കുന്ന സുരക്ഷിതനായ ഒരു വ്യക്തിയെ പോലെ ജീവിതത്തിൽ സുരക്ഷിതത്വം അനുഭവിക്കും. അല്ലാതെ പല സാഹചര്യങ്ങളിലും നമ്മളൊക്കെ അർഹിതാവസ്ഥ അനുഭവിക്കുന്നവരാണ്. പെട്ടെന്ന് അർഹിതാവസ്ഥയിലേക്ക് നമ്മളെല്ലാം വലിച്ചെറിയപ്പെടുന്നു. എന്നാൽ ദൈവിക മാർഗത്തിൽ പാപവഴികൾ വിട്ട് അശുദ്ധ കൂട്ടുകെട്ട് വിട്ട് നടക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ച് വചനം പഠിപ്പിക്കുകയാണ്. അവൻ ശിലാദുർഗങ്ങളിൽ പ്രതിരോധം ഉറപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. നാലാമത്തെ അനുഗ്രഹമാണ്, അവന് ആഹാരം മുടങ്ങുകയില്ല. അവനുള്ള ആഹാരം ദൈവം എല്ലാ ദിവസവും അവന് വേണ്ടി കരുതിയിരിക്കും. ഈ ലോകം മുഴുവൻ ക്ഷാമം കൊണ്ട് പൊരിഞ്ഞാലും ശരി, അവനുള്ള ആഹാരം ദൈവം കരുതിയിരിക്കും. ഏലിയ പ്രവാചകനെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ആ കാലഘട്ടത്തിലുള്ള അശുദ്ധ വഴികളിൽ നിന്നൊക്കെ വേർപെട്ട് തിന്മയുടെ കൂട്ടുകെട്ടും തിന്മയുടെ വഴികളെയും, പ്രത്യേകിച്ച് വലിയ രാജാക്കന്മാരും അതുപോലെ ഭരണാധികാരികളുമായിട്ടുള്ളൊക്കെ തിന്മയുടെ വഴികളിലുള്ളവർ വേർപെട്ട് ആ അശുദ്ധിയിൽ കൂട്ടുപിണയാതെ ഒറ്റയ്ക്ക് വേർപെട്ട് ജീവിച്ചതിനാൽ അവന്റെ ആഹാരത്തിന് മുടക്കം വരാതെ ദൈവം അവനെ കാത്തു സൂക്ഷിച്ചു. പ്രൈസ് ദി ലോർഡ്. അവൻ ഏത് വഴികളിൽ പോയാലും അവിടെ അവന് വേണ്ടി ദൈവം ആഹാരം ഒരുക്കിയിരുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. മാത്രമല്ല, അവന് ദാഹജലം കിട്ടും എന്ന് തീർച്ച. അഞ്ചാമത്തെ അനുഗ്രഹമാണ്, അവന് കുടിവെള്ളം മുടങ്ങുകയില്ല. ആഹാരവും വെള്ളം എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ ഏറ്റവും അടിസ്ഥാനമായിട്ട് രണ്ട് കാര്യങ്ങളാണ്. നിലമ്പൂരിൽ ധ്യാനം കൂടിയ ഒരു ഉദ്യോഗസ്ഥൻ ഈ വചനം കേട്ടപ്പോൾ പറഞ്ഞു, അതെന്റെ ജീവിതത്തിൽ സംഭവിച്ചതാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വിവരിക്കുക. അദ്ദേഹം സ്റ്റേജിലേക്ക് വന്ന് വെളിപ്പെടുത്തി. അദ്ദേഹം ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ ഓഫീസിൽ കൈക്കൂലി വാങ്ങിക്കില്ല. ഓഫീസിൽ മറ്റെല്ലാവരും കൈക്കൂലി വാങ്ങിക്കുന്നവരാണ്. ഇദ്ദേഹം ഒറ്റയ്ക്ക് കൈക്കൂലി വാങ്ങിക്കാതെ വന്നപ്പോൾ മറ്റുള്ളവർക്ക് ഇദ്ദേഹം ഒരു കണ്ണിൽ കരടായി മാറി, ബുദ്ധിമുട്ടായി. ഇദ്ദേഹത്തെ ദുഷിച്ചു പറയാനും ഇദ്ദേഹത്തെ ജോലിയിൽ നിന്ന് ഒഴിപ്പിക്കാനൊക്കെ പലരും ശ്രമിച്ചു. ഇദ്ദേഹമാകട്ടെ ദൈവവചനത്തിന് വിപരീതമായി നടക്കുകയില്ല എന്ന് ദൃഢനിശ്ചയം ചെയ്ത് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. മേലുദ്യോഗസ്ഥന്മാരെ കാണാനോ ആരുടെയെങ്കിലും ശുപാർശ പിടിക്കാനോ പോയില്ല. ഇവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് മറ്റുള്ളവർ എന്തൊക്കെ കെണികൾ ഇവരെതിരെ കൊണ്ടുവന്നാലും അത് ദൂരെ വെച്ച് തന്നെ നിർവീര്യമായി പോകും. ഇദ്ദേഹം
പാപത്തിന് കൂട്ടുചേരാതെ ഒറ്റയ്ക്ക് ആ ഓഫീസിൽ എല്ലാവരോടും മല്ലടിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് ആ ഓഫീസിൽ ദൈവമാർഗത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അദ്ദേഹം നിലമ്പൂര് ഒരു 10 സെന്റ് സ്ഥലം വാങ്ങിച്ച്, 5 സെന്റ് സ്ഥലം വാങ്ങിച്ച് ഒരു നല്ലൊരു വീട് കെട്ടാൻ തുടങ്ങി. അപ്പോൾ സ്ഥലം വാങ്ങിച്ചപ്പോൾ ആ സ്ഥലത്തിൽ 6 കിണറുണ്ട്. ചെറിയ സ്ഥലമാണ്, ചെറിയൊരു ഫോട്ടാണ്. ഈ കിണർ പിടിക്കാൻ സ്ഥലം ഇനി ആകെയുള്ളൊരു കുറച്ച് സ്ഥലമുണ്ട് കിണർ പിടിക്കാൻ. കുറെ കിണറൊക്കെ മൂടി ഇനി കുറച്ച് സ്ഥലമുണ്ട് കിണറില്ലാത്ത സ്ഥലം. അപ്പോൾ ഇനി സ്ഥാനക്കാരെ കൊണ്ട് നോക്കേണ്ട കാര്യമില്ല, കാരണം ഇനി വേറെ സ്ഥലമില്ല സ്ഥാനം നോക്കിക്കാൻ വേണ്ടി. അപ്പൊ അദ്ദേഹം ദൈവത്തോട് പറഞ്ഞു, കർത്താവേ എനിക്ക് കുടിക്കാൻ വെള്ളം വേണം. അങ്ങനെ അദ്ദേഹം ഇനി ഒഴിവുള്ള കുറച്ച് ഭാഗമുണ്ട് അവിടെ കിണർ കുത്തി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കിണർ അടിയിൽ പാറ വീണ്ടും പൊട്ടിച്ചു. ആ കിണറിൽ സമൃദ്ധമായ വെള്ളം വന്ന് നിറഞ്ഞു. ഇന്ന് ആ പ്രദേശത്തുള്ള നിരവധി വീട്ടുകാർ ഇയാളുടെ ഈ കിണറ്റിൽ നിന്നാണ് വെള്ളം കൊണ്ടുപോയി കുടിവെള്ളം ഉപയോഗിക്കുന്നത്. നോക്കിയേ, 5 കിണറുള്ള ഒരു പറമ്പാണത്. ആ 5 കിണറിൽ ഇതിനു മുമ്പ് കുത്തിയിട്ട് വെള്ളം ഉണ്ടായിട്ടില്ല. എന്നാൽ ഇയാൾ വന്ന് സ്ഥലം വാങ്ങിച്ചു. അതുകൊണ്ടാണ് അവർ സ്ഥലം വിറ്റുപോയത്. ഇയാൾ വന്ന് സ്ഥലം വാങ്ങിച്ച് അവിടെ ചെറിയൊരു വീടൊരു മൂലയിലേക്ക് മാറ്റി ചെറിയൊരു വീട് വെച്ച് ഒരു കിണർ കുത്തി. അദ്ദേഹത്തിന് സമൃദ്ധമായ വെള്ളം, അദ്ദേഹത്തിന് മാത്രമല്ല ഈ കിണർ വഴി സമീപവാസികളായ കുറെ കുടുംബങ്ങൾക്ക് കഴിയാനുള്ള വെള്ളം കൂടെ ആ കിണറിൽ നിന്ന് ദൈവം കൊടുത്തു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അദ്ദേഹം പറഞ്ഞു, അവന് ദാഹജലം കിട്ടുമെന്ന് തീർച്ച എനിക്ക് കിട്ടിയിട്ടുണ്ട്. യെശയ്യാ 33 അധ്യായത്തിൽ 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ എന്റെ ജീവിതത്തിൽ അന്വർത്ഥമായ കാര്യമാണെന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. സഹോദരൻ, ഇതൊരു ആത്മീയ യാഥാർത്ഥ്യമാണ്. ഇതൊരു ആത്മീയ യാഥാർത്ഥ്യമാണ്. ഒരു വ്യക്തി ദൈവീക മാർഗത്തിൽ നടക്കാൻ അശുദ്ധമായ കൂട്ടുകെട്ടുകളെ വെട്ടിമുറിച്ചാൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഭക്ഷണം മുടങ്ങാതെ, കുടിവെള്ളം മുടങ്ങാതെ, ഉയർച്ച മുടങ്ങാതെ, ദൈവികമായ ഐക്യത്തിൽ നിന്ന് വേർപെടാതെ ആ വ്യക്തിയെ ഈ ഭൂമി കാത്തു സൂക്ഷിക്കാൻ ദൈവം തന്റെ വാക്കുകളാൽ പ്രതിജ്ഞാബദ്ധനാണ്. കാരണം ദൈവം വാക്ക് തന്നു കഴിഞ്ഞു. അത്രയ്ക്കും ദൈവം ഇങ്ങനെയുള്ളൊരു ജീവിതത്തെ വിലമതിക്കുന്നുണ്ട്. ദുഷ്ട കൂട്ടുകെട്ടുകൾ വിട്ടുള്ള ജീവിതത്തെ ദൈവം അത്രയ്ക്കും വിലമതിക്കുന്നുണ്ട്. കാരണം ചീത്തയായ കൂട്ടുകെട്ട് ആത്മീയ ജീവിതത്തിന് അത്രമാത്രം ദോഷം ചെയ്യുന്നതാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനത്തിൽ ദൈവത്തിന്റെ വചനത്തിൽ ദൈവമക്കൾക്ക് നൽകുന്ന ഒരു വെളിപാട് നമുക്ക് വായിച്ചു കേൾക്കാം. തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൽ 3-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. ഒരു കാര്യം നോക്കിക്കൊള്ളുക, അവസാന നാളുകളിൽ ക്ലേശപൂർണമായ സമയങ്ങൾ വരും. അപ്പോൾ സ്വാർത്ഥ സ്നേഹികളും ധനമോഹികളും അഹങ്കാരികളും ഗർവിഷ്ഠരും ദൈവദൂഷകരും മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവരും കൃതജ്ഞരും വിശുദ്ധിയില്ലാത്തവരുമായ മനുഷ്യരുണ്ടാകും. അവർ ദൈവഭയമില്ലാത്തവരും മനുഷ്യത്വമില്ലാത്തവരും ഒന്നിനും വഴങ്ങാത്തവരും അപവാദം പറയുന്നവരും ആത്മനിയന്ത്രണം ഇല്ലാത്തവരും ക്രൂരന്മാരും നന്മയെ വെറുക്കുന്നവരും വഞ്ചകരും എടുത്തുചാട്ടക്കാരും അഹന്തയുള്ളവരും ദൈവത്തെ സ്നേഹിക്കുന്നതിന് പകരം സുഖഭോഗങ്ങളിൽ ആസക്തിയുള്ളവരുമായിരിക്കും. അവർ ഭക്തിയുടെ ബാഹ്യരൂപം നിലനിർത്തി അതിന്റെ ചൈതന്യത്തെ നിഷേധിക്കും. ഇങ്ങനെയുള്ള സമയങ്ങളും കാലങ്ങളും സാഹചര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. വചനം മുന്നറിയിപ്പ് നൽകുകയാണ്. നമ്മൾ എന്ത് ചെയ്യണം? അതാണ് അടുത്ത വചനം. നിങ്ങളാകട്ടെ അവരിൽ നിന്നും അകന്നു മാറി നിൽക്കുക. പ്രൈസ് ദി ലോർഡ്. നിങ്ങളാകട്ടെ അവരിൽ നിന്നും അകന്ന് മാറി നിൽക്കുക. ഇങ്ങനെയുള്ളവരോട് കൂടിപ്പണഞ്ഞ് ഒരു ആത്മീയ ജീവിതം അസാധ്യമാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ അവരിൽ നിന്ന് അകന്നു നിൽക്കണം. ദൈവം വളരെ ശക്തമായി വ്യക്തമായി തിമോഥെയോസിന്റെ 2-ാം ലേഖനത്തിൽ 3-ാം അധ്യായം 5-ാം വാക്യത്തിലും 6-ാം വാക്യത്തിലും വെളിപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് പരിശുദ്ധാത്മാവ് നൽകുന്ന അതിശക്തമായ ഒരു ആത്മീയ മാർഗമാണ്. കൂട്ടുകെട്ട്, ചീത്ത കൂട്ടുകെട്ട് വിട്ടുള്ള ഒരു ജീവിതം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇനി നമ്മൾ ചിന്തിക്കുന്നത് ഏതൊക്കെയാണ് ചീത്ത കൂട്ടുകെട്ടിന്റെ മേഖല? ഒന്നാമതായി, തെറ്റായ വഴികളിലൂടെ നടക്കുന്ന മനുഷ്യർ. ദൈവവിരോധത്തിൽ ദൈവീക മാർഗത്തിൽ അല്ലാതെ നടക്കുന്ന എല്ലാ മനുഷ്യരും ദുർനടപ്പുകാരാണ്. ദുർനടപ്പിലുള്ള ഒരു മനുഷ്യൻ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മീയ വഴികളൊരു കൂട്ടുകാരനല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന്റെ വഴികളിൽ ദൈവഭയത്തോടെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ദൈവം അംഗീകരിക്കുന്ന ഒരു വ്യക്തി. അദ്ദേഹമാണ് ഒരു ദൈവ പൈതൽ. ദുർനടപ്പിലുള്ള വ്യക്തി ആത്മീയ മാർഗത്തിൽ ഒരു കൂട്ടല്ല. ഇരുട്ടും പ്രകാശവും തമ്മിൽ എന്ത് ബന്ധം? തിരിച്ചറിയണം.
വ്യക്തികൾ. അതിനെക്കുറിച്ച് നമുക്ക് വേദാന്തം മനസ്സിലായി. ഇനി അശുദ്ധമായ കൂട്ടുകെട്ടിന്റെ രണ്ടാമത്തെ മേഖലയാണ് നമ്മുടെ കൈകളിലുള്ള പുസ്തകങ്ങൾ. തെറ്റായ പുസ്തകങ്ങൾ, തെറ്റായ മാസികകൾ, തെറ്റായ ലീഫ്ലെറ്റുകൾ ഇത് ഒരു ദൈവിക പൈതലിന് അനുഗ്രഹമായിരിക്കുകയില്ല. ദൈവവിരോധം പരത്തുന്ന ചിന്തകൾ, ദൈവനിഷേധം പരത്തുന്ന പുസ്തകങ്ങൾ, യുക്തിവാദത്തിൽ ദൈവവിശ്വാസം നശിപ്പിക്കുന്ന തരത്തിലുള്ള മാസികകൾ ഇത് ഒരു ദൈവ പൈതലിന് ആത്മീയമായ അനുഗ്രഹമായിരിക്കുകയില്ല. അശ്ലീലത നിറഞ്ഞ പുസ്തകങ്ങൾ, അന്യദൈവ ആരാധനയെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ, വിരോധവും വാശി വൈരാഗ്യങ്ങളും വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള പുസ്തകങ്ങൾ ഇത് തെറ്റായ കൂട്ടുകെട്ടിന്റെ മേഖലയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മീയ മാർഗത്തെ ദുഷിക്കുകയും ആത്മീയ വഴികളെ പുച്ഛിക്കുകയും ചെയ്യുന്ന പുസ്തകങ്ങളുണ്ട്. ആ പുസ്തകങ്ങൾ ഒരു ദൈവ പൈതലിന്റെ ആത്മനാശത്തിന് കാരണമായി തീരും. ഞാൻ ഓർക്കുന്നുണ്ട്, ഇവിടെ സെഗിയോൾ ധ്യാന കേന്ദ്രത്തിൽ ആദ്യമായി ധ്യാനം നടക്കുന്ന കാലം. അപ്പോൾ ഒരു ബികോം കാരി പെൺകുട്ടി ഈ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനിക്കാൻ വന്നു. 10-22 പേരാണ് ആകെ ധ്യാനത്തിനുള്ളത്. ബികോം കാരി പെൺകുട്ടി ഈ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനിക്കാൻ വന്നു. മറ്റുള്ള എല്ലാവരും ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ നല്ല അനുഭവത്തിലായി. എന്നാൽ ഈ പെൺകുട്ടി മാത്രം ഇങ്ങനെ വേഗാത്ത അരി പോലെ ഇതിനകത്തൂടെ ഇങ്ങനെ പടച്ചു നടക്കുകയാണ്. ഞാൻ എന്നെ വിളിച്ച് ഞാൻ ചോദിച്ചു, നീ എന്താണ് ധ്യാനത്തിൽ മുഴുകാത്തത്, ശ്രദ്ധിക്കാത്തത്? ബാക്കിയുള്ള എല്ലാ ആളുകളും നന്നായി ധ്യാനിക്കുമ്പോൾ നീ എന്തുകൊണ്ട് ശരിക്കും ധ്യാനിക്കുന്നില്ല? ആ കുട്ടി പറഞ്ഞു, എനിക്ക് ധ്യാനിക്കാൻ പറ്റാത്തതാണെന്ന് പറഞ്ഞു. ഏതായാലും വീണ്ടും ക്ലാസ്സിലേക്ക് വിട്ടു. ആ തുടർന്നുള്ള ക്ലാസ് ദൈവത്തെ അനുസരിക്കേണ്ടതിനെ കുറിച്ചായിരുന്നു. ആ ക്ലാസ് കഴിഞ്ഞ് ഒരു കുറിപ്പ് ഈ കുട്ടി ഇടയിൽ കൊണ്ടുവന്ന് തന്നു. ആ കുറിപ്പ് ഞാൻ വായിച്ചു നോക്കി. ആ കുറിപ്പിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നതാണ്, ദൈവം പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും അനുസരിക്കാൻ ഈ ലോകത്തിൽ ആർക്കെങ്കിലും സാധിക്കുമോ അച്ഛാ? 5 ദിവസം ധ്യാനം കൂടി, 4 ദിവസം ധ്യാനം കൂടിയതാണ്. ഇപ്പോഴും വികടചിന്ത തന്നെയാണ്. ഇത് നാശത്തിലിരിക്കുന്ന ഒരു ആത്മാവാണ്. ദൈവം പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും അനുസരിക്കാൻ ഈ ലോകത്തിലുള്ള ആർക്കെങ്കിലും സാധിക്കുക അച്ഛാ? നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടാകും. ആ കുട്ടിക്ക് അങ്ങനെ തോന്നി. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയെന്ന് കഴിയുമ്പോൾ കുറെ പേർക്ക് ഇപ്പോഴും തോന്നിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ കുട്ടിക്ക് അങ്ങനെ തോന്നി. കാപ്പി കഴിഞ്ഞാൽ കുട്ടീനെ വിളിച്ച് മുറിയിലിരുത്തി സംസാരിക്കാൻ തുടങ്ങി. ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, ആ കുട്ടിയുടെ മുറിയിലിരിക്കുന്ന ഷെൽഫിലിരിക്കുന്ന പുസ്തകങ്ങളെ കുറിച്ചാണ് ദൈവം വെളിപ്പെടുത്തിയത്. അപ്പോൾ ആ കുട്ടി പതുക്കെ കരയാൻ തുടങ്ങി. ആ കുട്ടി കരഞ്ഞിട്ട് ആ കുട്ടി പറഞ്ഞു, അച്ഛാ, എന്റെ ജീവിതത്തിൽ വളരെ എന്നെ ആദപദത്തിലേക്ക് നയിച്ചത് ഞാൻ വായിച്ച പുസ്തകങ്ങളാണ്. കോളേജ് പഠിക്കുമ്പോഴാണ് ഞാൻ ഇങ്ങനെ പുസ്തകങ്ങളൊക്കെ ലൈബ്രറിയിൽ നിന്ന് വായിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഞാൻ വായിച്ച ചില പുസ്തകങ്ങൾ, അതിൽ ഒരു പുസ്തകം വളരെ മ്ലേച്ഛമായ പുസ്തകമാണ്. ആ പുസ്തകത്തിന്റെ പേര് പ്രൈസ് ദി ലോർഡ് എന്നാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏതോ ഒരു അളിഞ്ഞ ആള് എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമാണത്. അത് പ്രൈസ് ദി ലോർഡ് എന്നാണ് ഹെഡിങ്. അപ്പൊ ഈ കുട്ടി നല്ല ദൈവഭയത്തിനും ദൈവവിചാരത്തിനും വളർന്ന കുട്ടിയാണ്. അപ്പൊ അതുകൊണ്ട് ആ പുസ്തകം നല്ല ദൈവത്തെ കുറിച്ചുള്ള പുസ്തകമായിരിക്കും വിചാരിച്ചാണ് ഇത് വായിച്ചത്. വായിച്ചപ്പോൾ ധ്യാനത്തെയും വചനത്തെയും ദൈവത്തെയും ദൈവ ശുശ്രൂഷകളെയും അപമാനിച്ച് പുച്ഛിച്ച് പരിഹസിച്ച് എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമാണ്. അതുകൊണ്ട് അച്ഛൻ പ്രൈസ് ദി ലോർഡ് എന്ന് പറയുമ്പോൾ ഉടനെ ആ പുസ്തകത്തിലെ കാര്യങ്ങളാണ് ഓർമ്മ വരുന്നത്. വളരെ മ്ലേച്ഛതവും അശ്ലീലം നിറഞ്ഞ പുസ്തകമാണ്. അപ്പോ ആ പുസ്തകത്തിലെ സംഭവങ്ങളാണ് അച്ഛൻ ഇവിടുന്ന് പ്രൈസ് ദി ലോർഡ് എന്ന് പറയുമ്പോൾ ഉടനെ എനിക്ക് ഓർമ്മ വരുന്നത് അതാണ്. അതുകൊണ്ട് എനിക്ക് ധ്യാനം ഒരു അനുഭവമായിട്ടില്ല. എന്റെ ആത്മാവ് ഇപ്പോഴും നാശത്തിൽ തന്നെ. എനിക്ക് കുമ്പസാരിക്കാൻ പറ്റില്ല. എനിക്ക് ഇതിനൊരു ബോധ്യമില്ല. നോക്കുക, ആ ആത്മാവിനെ നിത്യനാശത്തിൽ ബന്ധിച്ചിടാൻ ഒരൊറ്റ പുസ്തകം കാരണമായി. പ്രൈസ് ദി ലോർഡ്. പിന്നെ ആ കുട്ടി അനുഗ്രഹം പ്രാപിക്കാൻ ആ കുട്ടിയുടെ ശിരസിൽ കരങ്ങൾ വെച്ച് പൗരോഹിത്യത്തിന്റെ അധികാരം ഉപയോഗിച്ച് ഈ പുസ്തകത്തിൽ നിന്ന് വന്ന ദുരാത്മ പീഡകളെ വിടിവിച്ച് കെട്ടഴിച്ച് മുറിച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ് ആ കുട്ടി പിന്നെ അല്പമെങ്കിലും ശ്രദ്ധിച്ച് വചനം കേൾക്കാൻ ഇടവന്നത്. ഈ ധ്യാനത്തിൽ വെച്ച് ആ കുട്ടി അനുഗ്രഹം പ്രാപിക്കാൻ ഇടവന്നത്. പിന്നീട് ആ കുട്ടിക്ക് നല്ല അനുഭവം കർത്താവ് കൊടുത്തു. പിന്നീട് കുറെ കാലം സെഗിയോൻ ക്രിസ്ത്യൻ ടീമില് അച്ഛനെ ക്രിസ്ത്യൻ ധ്യാനത്തിന് സഹായിക്കുന്ന ഒരു കുട്ടിയായി ആ കുട്ടി അട്ടപ്പാടി പ്രവർത്തിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, ഹല്ലേലൂയ. നോക്കുക, ആ കുട്ടിയുടെ ആത്മാവിനെ ഒരുപാട് കാലഘട്ടം ബന്ധിച്ചിട്ടിരുന്നത് ഈ പുസ്തകത്തിലൂടെ വന്ന ബന്ധനമാണ്. പുസ്തകങ്ങൾ ദൈവവിചാരത്തിന് സഹായിക്കാത്ത പുസ്തകങ്ങൾ ചീത്ത കൂട്ടുകെട്ടുകളിൽ പെട്ടതാണ്. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം,
യേശുവേ നന്ദി. അതുപോലെ ചീത്ത കൂട്ടുകെട്ടിന്റെ മറ്റൊരു മേഖലയാണ് അശ്ലീലമായ സിനിമ, ബ്ലൂ ഫിലിമിന്റെ കാസറ്റുകൾ, ഇന്റർനെറ്റിലൂടെ കാണുന്ന അശ്ലീലതയും മ്ലേച്ഛതയും നിറഞ്ഞ രംഗങ്ങൾ. ഇത് അശുദ്ധമായ കൂട്ടുകെട്ടിന്റെ വേറൊരു മേഖലയാണ്. നിങ്ങൾ ബ്ലൂ ഫിലിം കാണുന്നൊരു വ്യക്തിയാണോ? നിങ്ങൾ എ ഫിലിമിന് പോകുന്നൊരു വ്യക്തിയാണോ? നിങ്ങൾ മ്ലേച്ഛത നിറഞ്ഞ രംഗങ്ങൾ കാണുന്നൊരു വ്യക്തിയാണോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ പ്രാർത്ഥിക്കാൻ വന്നിരിക്കുമ്പോഴും, നിങ്ങൾ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോഴും, നിങ്ങൾ പരിശുദ്ധ കൂദാശകൾക്ക് ദേവാലയങ്ങളിലേക്ക് പോകുമ്പോഴും, നിങ്ങൾ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴും എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഈ നഗ്നതയും ഈ അശ്ലീലതയും ഈ മ്ലേച്ഛതയും ഈ വൃത്തികേടും നിങ്ങൾ ആക്രമിച്ചുകൊണ്ടിരിക്കും. ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കാൻ പറ്റില്ല, ശ്രദ്ധിച്ച് പഠിക്കാൻ പറ്റില്ല, ശ്രദ്ധിച്ച് ദൈവത്തെ ആരാധിക്കാൻ പറ്റില്ല, ദൈവാനുഭൂതി വളരാൻ പറ്റില്ല. ഇത് അശുദ്ധമായൊരു കൂട്ടുകെട്ടാണ്. ഇവിടെ ഒരു ധ്യാനം നടത്തിക്കൊണ്ടിരുന്ന കാലഘട്ടം ആദ്യ കാലഘട്ടത്തിലാണ്. ഒറ്റപ്പാലത്ത് ഒരു ചെറുപ്പക്കാരൻ ഇവിടെ ധ്യാനിക്കാൻ വന്നു. ആ ചെറുപ്പക്കാരൻ ധ്യാനത്തില് 3-ാം ദിവസം 4-ാം ദിവസം കൗൺസിലിംഗ് കഴിഞ്ഞു, അഭിഷേക പ്രാർത്ഥന വ്യാഴാഴ്ച ദിവസം അദ്ദേഹം ഒരു അനുഭവം ഇല്ലാതിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തെ വിളിച്ച് സംസാരിച്ചു. അദ്ദേഹത്തോട് പ്രാർത്ഥിച്ചപ്പോൾ, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ, അദ്ദേഹത്തിന്റെ കിടക്കയുടെ അടിയിൽ അദ്ദേഹം രഹസ്യത്തിൽ വെച്ചിരിക്കുന്ന ബ്ലൂ ഫിലിമിന്റെ കാസറ്റുകളെ കുറിച്ച് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി. ആ വ്യക്തിയോട് ഞാൻ സംസാരിച്ചപ്പോൾ ആ വ്യക്തി പറഞ്ഞു, അച്ഛാ, ഞങ്ങൾ 5-6 കൂട്ടുകാരുണ്ട് അച്ഛാ, ഞങ്ങൾ ഇങ്ങനെ കാസറ്റുകൾ തമ്മിൽ കൈമാറും. കിട്ടുന്ന കാസറ്റുകൾ ഞങ്ങൾ എല്ലാവർക്കും കൊടുക്കും. ഞങ്ങൾ കാണും, കൂട്ടുകാരെ വിളിച്ച് കാണിക്കും, എല്ലാവർക്കും കൊടുക്കും. എന്റെ വീട്ടിൽ ഇപ്പൊ 2 കാസറ്റ് അങ്ങനെ തിരിക്കുന്നുണ്ട്. അദ്ദേഹം പറയാണ്, എനിക്ക് ശരിക്കും പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ശരിക്കും ദൈവത്തെ ആരാധിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ദൈവത്തെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. കാരണം ഇവന്റെ നിരന്തരമായ കൂട്ടുകെട്ട് ഈ അശുദ്ധമായ കാസറ്റാണ്. ഇവിടെ ഒരു ക്രിസ്ത്യൻ ധ്യാനം നടത്തിയപ്പോൾ ഒരു വിദ്യാർത്ഥി, ഒരു കുട്ടി, അദ്ദേഹം പറഞ്ഞു, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. അവനങ്ങനെ പെടച്ച് നടക്കുകയാണ്. ഉടനെ ക്രിസ്ത്യൻ ധ്യാനം നടത്തിയിരുന്ന തോമസ് കുര്യൻ ബ്രദർ ആ കുട്ടിയെ വിളിച്ച് സംസാരിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞു, എന്റെ പോക്കറ്റിൽ ഇപ്പോൾ ഒരു കാസറ്റ് കിടക്കുകയാണ്. ഇന്റർനെറ്റില് അവനതിൽ കണ്ടപ്പോൾ, അശ്ലീല രംഗം നിറഞ്ഞ് കണ്ടപ്പോൾ അതിന്റെ ഒരു കോപ്പി അവനെടുത്ത് അവൻ എപ്പോഴും പോക്കറ്റിൽ സൂക്ഷിച്ചുകൊണ്ട് നടക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവൻ ഈ മ്ലേച്ഛത, ഈ അളിഞ്ഞ പരിപാടികളെല്ലാം കൂടി പോക്കറ്റിൽ CD കാസറ്റായി സൂക്ഷിച്ചുകൊണ്ട് നടക്കുമ്പോ പിന്നെ എങ്ങനെ ഇവന് ദൈവത്തെ വിളിച്ചപേക്ഷിക്കാൻ പറ്റും? ഇവന് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ഇവന് ദൈവത്തെ ആരാധിക്കാൻ പറ്റുന്നില്ല. ഇവൻ ഈ കാസറ്റിൽ നിന്ന് പലർക്കും കോപ്പി കൊടുത്തു. ഇവൻ ഇത് ഇടയ്ക്കിടയ്ക്ക് കാണും. ഇവൻ സദാ ഇവന്റെ കൂടെ കൊണ്ടു നടക്കണം. എവിടെയെങ്കിലും വെച്ച് ആരെങ്കിലും എടുത്താലോ എന്ന് വിചാരിച്ച് ഇവൻ കൂടെ കൊണ്ടു നടക്കുക. ഹല്ലേലൂയ. അശുദ്ധമായ അശ്ലീലത നിറഞ്ഞ പുസ്തകങ്ങൾ, അശ്ലീലത നിറഞ്ഞ കാസറ്റുകൾ, അശ്ലീല ഗ്രന്ഥങ്ങൾ, ഇത് അശുദ്ധമായ ഒരു കൂട്ടുകെട്ടാണ്. അങ്ങനെയുള്ള ബന്ധങ്ങൾ വെട്ടിമുറിക്കാതെ ആർക്കും ദൈവികമായൊരു വളർച്ച പ്രിയപ്പെട്ട മക്കളെ ഉണ്ടായിരിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. അച്ഛൻ കോഴിക്കോട് ഒരു ധ്യാനം നടത്തിയപ്പോൾ ധ്യാനത്തിന്റെ അവസാന ദിവസം ചീത്തയായ കൂട്ടുകെട്ടുകളെല്ലാം ഉപേക്ഷിക്കാനുള്ള ഒരു അവസരം ഒരുക്കി. ഒരു അഗ്നി കൊണ്ടുണ്ടാക്കി അതിനകത്ത് ചീത്തയായ കൂട്ടുകെട്ടുകൾ ഉപേക്ഷിക്കണം. പ്രേമലേഖനങ്ങൾ, പ്രേമിക്കുന്നവരുടെ ഫോട്ടോകൾ, ഇതെല്ലാം ചീത്ത കൂട്ടുകെട്ടിൽപ്പെട്ടതാണ്. അതെല്ലാം കൊണ്ട് നീടണം. അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും കൊണ്ടൊന്ന് ദഹിപ്പിക്കാൻ ഒരു അഗ്നി കൊണ്ട് ഒരുക്കി. അപ്പോൾ ഒരു കുട്ടി ഒരു കാറ്റഗിസം പുസ്തകം കൊണ്ടുവന്നിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, കാറ്റഗിസം പുസ്തകം ഉപേക്ഷിക്കേണ്ട, അത് ചീത്ത കൂട്ടുകെട്ടല്ല. അപ്പോൾ 10-15-22 വയസ്സുള്ള ഈ പെൺകുട്ടി ഇത് നാണത്തോടുകൂടി പറഞ്ഞു, ഇത് കാറ്റഗിസം പുസ്തകം ആണെങ്കിലും കത്തിച്ചില്ലെങ്കിൽ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല അച്ഛാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത് കിടന്നേക്ക്, കാറ്റഗിസം പുസ്തകം ഞാൻ സൂക്ഷിച്ചോളാം. അപ്പോഴാണ് ആ കുട്ടി മടിച്ച് എന്റെ തന്നത്. ഞാൻ നോക്കിയപ്പോൾ ആദ്യത്തെ പേജും അവസാനത്തെ പേജും കാറ്റഗിസം പുസ്തകത്തിന്റെ പേജാണ്. ബാക്കിയുള്ള എല്ലാ പേജിലും പലതരത്തിലുള്ള നഗ്നത നിറഞ്ഞ ചിത്രങ്ങൾ, ഈ കുട്ടിക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം വെട്ടിയൊട്ടിച്ചു വെച്ചിരിക്കുകയാണ്. ആ പുസ്തകം കണ്ടാൽ പിന്നെ ഛർദ്ദിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാ അഴുക്കും മ്ലേച്ഛതയും അശുദ്ധിയും നിറഞ്ഞ ഒരുപാട് ചിത്രങ്ങൾ ആ കുട്ടി ഈ പുസ്തകത്തിനുള്ളിൽ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. ഇത് ഹോസ്റ്റലിൽ നിൽക്കുന്നതുകൊണ്ട് സിസ്റ്റേഴ്സ് കാറ്റഗിസം പുസ്തകം ആയതുകൊണ്ട് എടുത്ത് നോക്കില്ല. ബാക്കിയൊക്കെ ചിലപ്പോൾ സിസ്റ്റേഴ്സ് ചെക്ക് ചെയ്തെന്ന് വരും. അപ്പൊ അതുകൊണ്ട് സിസ്റ്റേഴ്സിനെ കണ്ണു പൊട്ടിക്കാൻ വേണ്ടി കാറ്റഗിസം പുസ്തകത്തിന്റെ ഉള്ളിൽ ഇതെല്ലാം ഒട്ടിച്ചു വെച്ചിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ കുട്ടി പറഞ്ഞു, അച്ഛാ, ഈ കൂട്ടുകെട്ട് ആരംഭിച്ചതിൽ പിന്നെ ഞാൻ നല്ല കുട്ടിയായിരുന്നു അച്ഛാ, ഞാൻ നല്ല പ്രാർത്ഥനയുള്ള കുട്ടിയായിരുന്നു. ഈ അശുദ്ധ കൂട്ടുകെട്ട് ആരംഭിച്ചതിൽ പിന്നെ എനിക്ക് ശരിക്കും പ്രാർത്ഥിക്കാൻ പറ്റിയിട്ടില്ല. ഇന്ന് ഞാൻ തകർന്ന് തരിപ്പണമായ ഒരു അവസ്ഥയിലാണ്. ആത്മീയമായി ഒരു വട്ടപൂജ്യമായി നിൽക്കുന്ന സമയത്താണ് ആ കുട്ടി ധ്യാനം കൂടുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതെല്ലാം കത്തിച്ച് ദഹിപ്പിച്ച് കളഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അശ്ലീലം നിറഞ്ഞ പുസ്തകങ്ങൾ, അശ്ലീല ഗ്രന്ഥങ്ങൾ, അശ്ലീല പോസ്റ്ററുകൾ, അശ്ലീല പടങ്ങൾ, ഇത് എന്റെയോ നിങ്ങളുടെയോ ആരുടെയെങ്കിലും മുറികളിലോ പുസ്തകത്തിൽ എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ അത് പ്രാർത്ഥനയ്ക്കും ആത്മീയ ജീവിതത്തിനും തടസ്സമാണ്. ഇതൊരു അശുദ്ധമായ കൂട്ടുകെട്ടാണ്, നിർത്തിയേ മതിയാവൂ. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് ഫോൺ വഴിയുള്ള ബന്ധങ്ങളും കത്തുകൾ വഴിയുള്ള ബന്ധങ്ങളും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.
ആളുകൾ വളരെ മാന്യന്മാരാണ് നമ്മുടെ മുമ്പിൽ, വീട്ടിലും വളരെ മാന്യനാണ്. എന്നാൽ രഹസ്യ ബന്ധങ്ങൾ ഫോൺ വഴിയുള്ള, കത്തുകൾ വഴിയുള്ള, പലതരത്തിലുള്ള മാധ്യമങ്ങൾ വഴിയുള്ള ബന്ധങ്ങൾ വഴി ചില അശുദ്ധ കൂട്ടുകെട്ടുകൾ തുടരുന്നെങ്കിൽ അത് ആത്മീയ ജീവിതത്തിന് ഹാനികരമാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഫോൺ വഴിയുടെ അശുദ്ധ ബന്ധമുള്ള വ്യക്തിയാണ് നീയെങ്കിൽ ഇവിടെ വന്ന് യേശുവേ സ്തോത്രം, യേശുവേ നന്ദി എന്ന് പറഞ്ഞാലും അതൊരു അനുഭവമാണെന്ന് നിർബന്ധമില്ല. അടുത്ത ഫോൺ കോൾ വരുമ്പോൾ ഇതെല്ലാം പോകും. നീ ഇന്ന് ആരെങ്കിലും പ്രേമിച്ച് അശുദ്ധമായ അവിഹിതമായ ബന്ധത്തിലിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ, അവിഹിതമായ കൂട്ടുകെട്ടിലിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ, വ്യഭിചാര ബന്ധത്തിലിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ദാമ്പത്യ അവിശ്വസ്തതയിലൂടെ മറ്റാരോടെങ്കിലും ബന്ധത്തിലിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനം ഇവിടെ കേട്ടാലും ഇവിടുന്ന് പുറത്തിറങ്ങി ഒരു നിമിഷം കഴിയുമ്പോഴേക്കും അതെല്ലാം പോകും. പ്രൈസ് ദി ലോർഡ്. പണ്ടൊരു കുട്ടി പറഞ്ഞത് ഓർമ്മിക്കുകയാണ്, കുട്ടിയല്ല ഒരു മുതിർന്ന ആള് തന്നെയാണ്, പറഞ്ഞത് ഓർമ്മിക്കുകയാണ്. അച്ഛാ, ധ്യാനകേന്ദ്രത്തിലിരുന്ന് വചനം കേൾക്കുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കരമായ ജ്വലനമാണ്, എനിക്ക് നല്ല താല്പര്യമുണ്ട്, ദൈവത്തിന്റെ കൂടെ നടക്കണം, യേശുവിന്റെ കൂടെ നടക്കണം. എന്നാൽ ധ്യാനകേന്ദ്രം വിട്ട് മുറ്റത്തേക്ക് ഇറങ്ങുമ്പോ എന്റെ ശങ്കരേട്ടന്റെ മുഖമാണ് എന്റെ മനസ്സ് തെളിഞ്ഞിരിക്കുന്നത്. പിന്നെ ഈശോയുടെ മുഖം കാണാൻ പറ്റുന്നില്ല, പിന്നെ വചനം ഓർക്കാൻ പറ്റുന്നില്ല, എന്റെ ശങ്കരേട്ടനാണ് എന്റെ മനസ്സ് തെളിഞ്ഞിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിഹിതമായ ബന്ധങ്ങളോ, ദൈവം അംഗീകരിക്കാത്ത പ്രേമബന്ധങ്ങളോ, ഫോൺ വഴിയോ കത്ത് വഴിയോ ഏതെങ്കിലും തരത്തിലുള്ള അശുദ്ധ കൂട്ടുകെട്ടുകളോ ഉണ്ടെങ്കിൽ അത് വെട്ടിമുറിക്കാതെ ആത്മീയ അനുഭവത്തിലേക്ക് ഒരാൾക്ക് വളരാൻ പറ്റില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്ധകാരത്തിന്റെ ദുഷ്ഫലമായ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ പങ്കുചേരരുത്, പകരം അവയെ കുറ്റപ്പെടുത്തുവീൻ. എഫേസോസ് ലേഖനത്തിൽ 5-ാം അധ്യായം 12-ാം വാക്യം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിൽ പങ്കുചേരരുത്, കുറ്റപ്പെടുത്തണം, മാറി നിൽക്കണം. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അശുദ്ധമായ ബന്ധത്തിന്റെ, അശ്ലീലമായ ബന്ധങ്ങൾ, ദൈവത്തിന് വിപരീതമായി നമ്മളെ ദുർബലപ്പെടുത്തുന്ന അശുദ്ധമായ കൂട്ടുകെട്ടുകളുടെ വേറൊരു മേഖലയാണ് നമ്മുടെ ജീവിതത്തിലുള്ള ദൈവീകമായ കാര്യങ്ങളിൽ നമ്മൾ അകറ്റി കളയുന്ന ജഡത്തിന്റെ സുഖലോലുപതയും അതിന്റെ മാർഗങ്ങളും. മദ്യത്തിന്റെ കുപ്പി വീട്ടിലിരിക്കുകയാണെങ്കിൽ അതൊരു അശുദ്ധ കൂട്ടുകെട്ടാണ്. ചിലർക്ക് മദ്യം ഇല്ലെങ്കിൽ ആ കുപ്പി കണ്ടാൽ മതി, ജ്വലനം ഉണ്ടാവും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജഡത്തിന്റെ ചിലർക്ക് സീരിയലുകളാണ് ചിലർക്ക് അവരുടെ ആത്മീയ ജീവിതം നശിപ്പിക്കുന്നത്. സീരിയൽ ഭ്രാന്ത്. രാത്രി 1 മണി, 2 മണി, 3 മണി, 4 മണി, രാത്രി മുഴുവൻ ഇരുന്ന് സിനിമ കാണാനും സീരിയൽ കാണാനും മടിയില്ലാത്ത ആളുകളുണ്ട്. അച്ഛൻ അബുദാബി ചെന്നപ്പോൾ, ഒമാനിൽ ചെന്നപ്പോൾ ഒരു കുടവ് പറഞ്ഞത് എങ്ങനെയാണ്, ഇട ദിവസങ്ങളിൽ വർക്കിംഗ് ഡേയ്സിൽ ജോലിക്ക് പോകണം. അവൾ വീട്ടിൽ ഒരാളെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്, വരുന്ന മുഴുവൻ സീരിയലുകൾ റെക്കോർഡ് ചെയ്ത് വെക്കണം. എന്നിട്ട് ഈ ജോലി കഴിഞ്ഞ് വന്ന് രാത്രിക്കും ഞായറാഴ്ച ദിവസങ്ങളിലും മുഴുവൻ സമയം ഇരുന്ന് പടഞ്ഞിരുന്ന് കാണുക. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സീരിയൽ ഭ്രാന്ത്, TV ഭ്രാന്ത്, മദ്യത്തോടും മദ്യക്കുപ്പികളോടുള്ള ആസക്തി, മറിച്ച് വേറൊരു വാക്കി പറഞ്ഞാൽ ജഡത്തിന്റെ സുഖത്തെ താലോലിക്കുന്ന വസ്തുക്കളുള്ള ബന്ധം അശുദ്ധമായൊരു കൂട്ടുകെട്ടാണ്. ആരോഗ്യകരമല്ലാത്ത എല്ലാ ബന്ധങ്ങളും അശുദ്ധമായ കൂട്ടുകെട്ടാണ്. അത് ടിവിയോടായാലും സിനിമയോടായാലും, അത് ഏതെങ്കിലും തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളോടായാലും, ഏതെങ്കിലും തരത്തിലുള്ള ജീവിത രീതികളോടായാലും അത് അശുദ്ധമായൊരു കൂട്ടുകെട്ടാണ്. അത് വെട്ടിമുറിച്ചേ മതിയാവും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. നമ്മുടെ വീടിന്റെ മുറികളിലും നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലും നമ്മൾ താമസിക്കുന്ന മേഖലകളിലും ഏതെങ്കിലും നല്ല പേക്കോ എന്നുള്ള ചിത്രങ്ങളൊക്കെ തൂക്കിയിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട ദൈവമക്കളെ, അത് ഒരു ആത്മീയ വളർച്ചയ്ക്ക് ഉപയുക്തമാകണം നിർബന്ധമില്ല. അത് നമ്മളെ നശിപ്പിക്കാൻ കാരണമാകുന്നുവെങ്കിൽ അത് നാം എടുത്തു മാറ്റുക തന്നെ വേണം. ആത്മീയമായി വളർച്ച നൽകുന്ന, ആത്മീയ അഭ്യുന്നതി നൽകുന്ന, നല്ല ആത്മീയ ചിന്തകൾ പ്രദാനം ചെയ്യുന്ന, ആത്മീയത നിറഞ്ഞ ചിത്രങ്ങൾ ഭവനങ്ങളിൽ കൂടുതലായി സൂക്ഷിക്കാൻ നമ്മൾ ശ്രമിക്കണം. കാരണം നമ്മൾ മാത്രമാണ് ഭവനത്തിൽ താമസിക്കുന്ന ഓർക്കരുത്. നമ്മളെക്കാൾ ശക്തി കൂടിയതും ശക്തി കുറഞ്ഞതുമായ ഒരുപാട് ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ് നമ്മുടെ വീട്. അവിടെ കുഞ്ഞുങ്ങളുണ്ട്, അവിടെ ജീവിത പങ്കാളിയുണ്ട്, അവിടെ പലതരത്തിലുള്ള ആളുകൾ വരുന്നു, പലതരത്തിലുള്ള ആളുകൾ പോകുന്നു. അതുകൊണ്ട് ഞാൻ മാത്രം വസിക്കുന്ന സ്ഥലമാണെന്ന് വിചാരിച്ച് ഏത് തരത്തിലുള്ള ചിത്രങ്ങളും വീട്ടിൽ സൂക്ഷിക്കാൻ നിങ്ങൾ വീടിനെ അശുദ്ധ ചിത്രങ്ങൾ കൊണ്ട് നിങ്ങൾ മലിനമാക്കരുത്. വീട്ടിൽ നിന്നും, വീടിന്റെ ഭിത്തിയിൽ നിന്നും
പേക്കോം എന്നുള്ള എല്ലാ ചിത്രങ്ങളും എടുത്തു മാറ്റി വീടിനെ പരിശുദ്ധമായി സൂക്ഷിക്കാൻ നമ്മൾ ഉത്സാഹിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. സ്വരമുയർത്തി യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തുടർന്നുള്ള നിമിഷങ്ങളിൽ കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് വിട്ടുപോകാൻ കാരണമായി, കർത്താവിൽ നിന്നും അകന്നു പോകാൻ കാരണമായ എല്ലാ അശുദ്ധ കൂട്ടുകെട്ടുകളിൽ നിന്ന് വിടുതലിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. ഏതാനും നിമിഷങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 12-ാം അധ്യായം 13-14 വാക്യങ്ങൾ. പാമ്പാട്ടിയെ പാമ്പ് കടിച്ചാൽ ആർക്കെങ്കിലും സഹതാപമുണ്ടാകുമോ? പാപിയോടുകൂടെ സഹവസിച്ചിട്ട് പാപത്തിൽ മുഴുകുന്നവനോട് ആർക്ക് കരുണയുണ്ടാകും? പാമ്പാട്ടിയെ പാമ്പ് കടിച്ചാൽ ആർക്കെങ്കിലും ഉപദ്രവേൽക്കാതിരിക്കുമോ? നെഞ്ചിൽ തീ കൊണ്ടു നടന്നാൽ പൊള്ളാതിരിക്കുമോ? എഴുന്നേറ്റ് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം വിശുദ്ധ ലിഖിതങ്ങളോട് പഠിപ്പിക്കുന്ന പ്രകാരമാണ്, കീൽ തൊട്ടാൽ കറ പറ്റും, പാപിയോട് ചേർന്നാൽ അശുദ്ധനായി മാറും. കീൽ തൊട്ടാൽ കറ പറ്റും, പാപിയോട് ചേർന്നാൽ അശുദ്ധനായി മാറും. ദൈവമേ, എന്റെ വഴികളെക്കുറിച്ച് സൂക്ഷ്മ പരിശോധന തന്നെ അനുഗ്രഹിക്കണമേ. അശുദ്ധ കൂട്ടുകെട്ടിന്റെ ഗൗരവം മനസ്സിലാക്കിയപ്പോൾ ദൈവദാസനായ സങ്കീർത്തകൻ 141-ാം സങ്കീർത്തനത്തിൽ വലിയൊരു പ്രാർത്ഥന നടത്തുന്നുണ്ട്. അദ്ദേഹം ദൈവത്തോട് താണു വീണ് പ്രാർത്ഥിക്കുന്ന പ്രകാരമാണ്, ദൈവമേ, ഈ ദാസന്റെ പ്രാർത്ഥന കേട്ട് വേഗം വരണം. എന്റെ ഹൃദയം തിന്മയിലേക്ക് ചാഞ്ഞു പോകാതിരിക്കാൻ അവിടുന്ന് കാക്കണമേ. അക്രമികളോട് ചേർന്ന് ദുഷ്ടതയിൽ മുഴുകാതിരിക്കാൻ എന്റെ ദൈവമേ എന്നെ സഹായിക്കണമേ. അവരുടെ ഇഷ്ടവിഭവങ്ങൾ രുചിക്കാൻ എനിക്ക് ഇടവരുത്തരുതേ. സങ്കീർത്തകൻ പ്രാർത്ഥിക്കുകയാണ്, ഒരു ചീത്ത കൂട്ടുകെട്ട് കൂടി, ഒരു ചീത്ത സന്തോഷത്തിൽ മുഴുവൻ എന്റെ ജീവിതകാലത്ത് ഇടവരുത്തരുതേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കാം. സങ്കീർത്തകന്റെ പ്രാർത്ഥനയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഓ ദൈവമേ, ഈ നിമിഷങ്ങളിൽ ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കരുണയായിരിക്കണമേ. ഹൃദയം തിന്മയിലേക്ക് ചാഞ്ഞു പോകാതെ കാത്തുസൂക്ഷിപ്പാൻ എല്ലാ അശുദ്ധ ബന്ധങ്ങളിൽ നിന്ന് വിടുതൽ നൽകണമേ. അക്രമികളോട് ചേർന്ന് എല്ലാ തരത്തിലുള്ള അശുദ്ധ മാർഗങ്ങളിലും വ്യാപരിച്ച് അവരുടെ ഇഷ്ടവിഭവങ്ങൾ രുചിച്ച് കൂട്ടുപണഞ്ഞ് അങ്ങനെ അഴിച്ച ഒരു ജീവിതത്തിലേക്ക് പോകാതിരിക്കാൻ കർത്താവെ, അശുദ്ധ കെട്ടുകളിൽ നിന്ന് ഒരു വേർപാട് നൽകി മക്കളെ ഇപ്പോൾ അവിടുന്ന് അനുഗ്രഹിക്കണമേ. എല്ലാവരും പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ ആത്മീയ ജീവിതം ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ദൈവത്തിന്റെ ഇടപെടൽ വഴി ഒരു വിടുതൽ ഉണ്ടാകണം, ഒരു മാറ്റം ഉണ്ടാകണം, ഒരു വേർപാടുണ്ടാകണം, ഒരു വ്യത്യാസം ഉണ്ടാകണം. എല്ലാ ദൈവമക്കളും പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ അത്ഭുത ശക്തി നിറയട്ടെ, ഇപ്പോൾ ദൈവത്തിന്റെ ശക്തി നിറയട്ടെ, ഇപ്പോൾ ജീവന്റെ ശക്തി നിറയട്ടെ. ആവശ്യമില്ലാത്ത തെറ്റായ ബന്ധങ്ങളെയും തെറ്റായ വഴികളെയും തെറ്റായ കൂട്ടുകെട്ടുകളെയും വിവേചിച്ചറിയുവാൻ പരിശുദ്ധാത്മാവിന്റെ കൃപാവര ശക്തി ഇപ്പോൾ ഈ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും പ്രവർത്തിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അശുദ്ധ ചിന്തകളെ താലോലിക്കുന്ന പ്രകൃതങ്ങളെ കഴുകണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, പാപത്തിൽ മുഴുകാൻ കൂട്ടുകൂടുന്നവരെ ഇപ്പോൾ അവിടുന്ന് കഴുകി വെടിപ്പാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇപ്പോൾ ഈ സമൂഹത്തിന്റെ മേൽ ദൈവത്തിന്റെ അഭിഷേകം വ്യാപരിക്കട്ടെ. ഇപ്പോൾ ഈ സമൂഹത്തിന്റെ മേൽ ദൈവത്തിന്റെ ശക്തി ഒഴുകട്ടെ. ഇപ്പോൾ ഈ സമൂഹത്തിന്റെ മേൽ ദൈവത്തിന്റെ കൃപയൊഴുകട്ടെ. പാപത്തിന്റെ സുഖങ്ങൾ, പാപത്തിന്റെ നൈതിപീഠമുള്ള സുഖങ്ങൾ വിട്ടുപേക്ഷിക്കാൻ, പരിശുദ്ധനായവന്റെ വിളികേട്ട് അശുദ്ധിയിൽ നിന്ന് ഇറങ്ങി വരാൻ ഈ പ്രിയപ്പെട്ട മക്കളുടെ മേൽ ദൈവത്തിന്റെ അഭിഷേകം നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. പരദൂഷണം, രഹസ്യം പറച്ചിൽ, നുണ, പലതരത്തിലുള്ള ഏഷണി, പലതരത്തിലുള്ള നുണ പ്രചരണങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള തിന്മയുടെ കൂട്ടുകെട്ടുകളിൽ നിന്നും ദൈവജനത്തെ കഴുകണമേ, കഴുകണമേ, കഴുകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. യേശുവേ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. കണ്ണുകൾ അടച്ച് കൈകൾ കൂപ്പി ഈ നിമിഷങ്ങളിൽ കർത്താവിനെ തന്നെ പ്രാർത്ഥിക്കുകയാണ്. എന്റെ കഴിഞ്ഞ നാളുകളിൽ ഞാൻ കടന്നു പോകുന്ന വഴികളിൽ എത്രയോ വ്യക്തികളോടുള്ള ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ആത്മീയമായി വിവേചിച്ചുവോ? എന്റെ ദൈവത്തിന് ഹാനികർ, എന്റെ ദൈവത്തോടുള്ള ബന്ധം തകർക്കുന്ന അശുദ്ധ കൂട്ടുകെട്ടുകളിൽ മുഴുകിയപ്പോൾ
ഞാൻ അതിനെക്കുറിച്ച് ദൈവസന്നിധി അനുദപിച്ചുവോ? പ്രഭാഷകന്റെ പുസ്തകം 7-ാം അധ്യായം 16-ാം വാക്യം. ദൈവം എല്ലാ ദൈവമക്കൾക്കും വേണ്ടി ശക്തമായ ഒരു താക്കീത് നൽകുകയാണ്. മകനെ, പാപികളുടെ ഗണത്തിൽ ചേരരുത്, പാപികളുടെ ഗണത്തിൽ ചേരരുത്. ശിക്ഷ വിദൂരമല്ലെന്ന് ഓർക്കണം. മകനെ, പാപികളുടെ കൂട്ടുകെട്ടിൽ ചേരരുത്, പാപികളുടെ ഗണത്തിൽ ചേരരുത്. ശിക്ഷ വിദൂരമല്ലെന്ന് ഓർക്കണം. കർത്താവെ അനുഗ്രഹിക്കണമേ. ഇറങ്ങി വരാൻ പറ്റാത്ത വിധം, വേർപ്പെടുത്താൻ പറ്റാത്ത വിധം ഏതെങ്കിലും അശുദ്ധ കൂട്ടുകെട്ടുകളിൽ പിണഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അങ്ങയുടെ അത്ഭുത നാമത്തിന്റെ ശക്തിയാൽ അശുദ്ധ കെട്ടുകളിൽ നിന്ന് അഴിച്ചു മോചിപ്പിക്കുന്നു, അശുദ്ധ ബന്ധങ്ങളിൽ നിന്ന് അഴിച്ചു മോചിപ്പിക്കുന്നു, അശുദ്ധ ശക്തികളിൽ നിന്ന് അഴിച്ചു മോചിപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിന്റെ ശക്തിയാൽ ഇരുട്ടിന്റെ ശക്തികൾ ദൈവമക്കളുടെ ഹൃദയങ്ങളിൽ നിന്ന് ഇപ്പോൾ വിട്ടോടിപ്പോകട്ടെ. ഇരുട്ടിന്റെ ഭരണങ്ങൾ ഹൃദയങ്ങളിൽ നിന്ന് ഇപ്പോൾ നിഷ്പ്രഭമാകട്ടെ. അന്ധകാരത്തിന്റെ ഭരണം അവസാനിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ, പരിശുദ്ധാത്മാവിന്റെ ഭരണം ഹൃദയങ്ങളിൽ ഇപ്പോൾ അങ്കുരിക്കട്ടെ, ഹൃദയങ്ങളിൽ ഇപ്പോൾ നിറയട്ടെ, ഹൃദയങ്ങളിൽ ഇപ്പോൾ ആരംഭിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ ആരാധന.